അതിരാവിലെ 5 മണിക്ക് എണീറ്റ് 6 മണിക്ക് തമിഴ് പടം കാണാൻ പോവാന്ന് പറയുമ്പോ അതില് നായകൻ രജനീകാന്ത് ആയതുകൊണ്ടാണ് മക്കളെ. ആൻഡ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് ലോകേഷ് കനകരാജും പ്രൊഡ്യൂസർ സൺ പിക്ചേഴ്സും ആണ്. പടം എന്തുകൊണ്ട് അഡൽസ് ഉള്ളിയായി? പടം ലോകേഷ് കനകരാജ് യൂണിവേഴ്സിൽ ഉൾപ്പെടും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുമായാണ് ഓരോ ആരാധകനും പടം കാണാൻ കയറിയത്. ഒരു മാർക്കോ ലെവൽ വയലൻസിന്റെ അനിയച്ചാരെങ്കിലും ആയിരിക്കും നമ്മൾ ഊഹിച്ചു വെച്ചിരുന്നു. ടി വാസുവിന്റെ ശരത് കുമാർ ചിത്രമായ കൂലി അന്ന് റിലീസായപ്പോൾ പൊട്ടിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ് അതേ ടൈറ്റിൽ തന്നെ ഉപയോഗിച്ചത് എന്നുള്ളതും നമുക്കൊരു കൗതുകമായിരുന്നു. എന്തായാലും കൂലി എന്ന പേര് കറക്റ്റ് ആണ് കേട്ടോ. എന്തൊരു കാസ്റ്റ് ആണ് മാൻ പടത്തിന്റെ. രജനി സാർ, ഉപേന്ദ്ര, അമീർ ഖാൻ, സൗബിൻ, ചാർലി, നാഗാർജുൻ. റോൾ ഉണ്ടാവും, അത് വെറുതെ ഇവരെ കാസ്റ്റ് ചെയ്തതാണോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നാഗാർജുൻ പടം തൂക്കി കേട്ടോ. മമ്മൂക്ക മാത്രമല്ല, നാഗാർജുനും പ്രായം കൂടുന്തോറും സ്വാഗ് കൂടുന്ന പ്രതിഭാസം തന്നെ. സൗബിൻ ഇതൊരു ഓൾ ടൈം ബെസ്റ്റ് മൂവിയാണ് എന്നതിൽ സംശയമില്ല. സത്യരാജും ആപ്റ്റായി തോന്നി. ഉപേന്ദ്ര വാസ് ഗുഡ്. രജനീകാന്ത് ഹാഡ് എ കേക്ക് വാക്ക്. പക്ഷേ സിനിമയിൽ 50-ാം വർഷം, 75 വയസ്സ്, ഇതൊക്കെ പരിഗണിച്ച മൂപ്പരൊരു മച്ചാനാണെന്ന് പറയേണ്ടി വരും. തുടരും സ്റ്റൈലിലെ പതിഞ്ഞ ട്രെയിലർ ആക്ച്വലി മനസ്സിൽ ഹൈപ്പ് കൂട്ടുക ചെയ്തേ. പക്ഷെ അവർ റിലീസ് ചെയ്ത ട്രെയിലർ വാസ് ട്രൂ ടു ദ മൂവി. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെയുള്ള സ്വാഗ് ഉണ്ടല്ലോ, എന്റെ അമ്മോ. മാവീരൻ, മാനഗരം എന്നീ മാ പടങ്ങൾക്ക് ശേഷമുള്ള ചന്ദ്രു അൻപഴകന്റെ മാ ഇല്ലാത്ത 3ാമത്തെ കൂ സിനിമയാണിത്. സ്ക്രിപ്റ്റ് ഒന്നുകൂടെ പാക്ക് ആക്കായിരുന്നു. ഈവൻ ദോ ഇറ്റ് വാസ് കോ റിട്ടൺ ബൈ ലോകി. അൻപറിവ് മാസ്റ്ററുടെ ഫൈറ്റും ഗിരീഷ് ഗംഗാധരന്റെ ക്യാമറയും ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗ് ഒക്കെ നല്ല സിങ്കാണ്. പക്ഷെ ഇതൊക്കെ ഹൈയിൽ എത്തിക്കുന്നത് അനിരുദ്ധിന്റെ അഡ്ഡാർ മ്യൂസിക് ആൻഡ് ബിജിഎം. ഷൗട്ട് ഔട്ട് ആൻഡ് ഹാറ്റ്സ് ഓഫ് ബ്രോ. ഓഫ്. அப்ப படம் எப்படின்னா, watch it for Rajini 75, watch it for swag of Nagarjun, watch it for Al Puli Anirudh music, watch it for veteran hero swag. Yeah, of course for Loki in the best theatre with power-packed audience near you. Shruti Hassan did a decent job and അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോയ ബാബുരാജ് ഏട്ടനും കിട്ടി 2 സീൻ. അമീറിന്റെ വെടികൊണ്ട് ചാവാനും വേണമല്ലോ ഒരു ഭാഗ്യം. പിന്നെ ഇളയരാജ് സാറിന്റെ പാട്ട് റീമാസ്റ്റർ ചെയ്ത പടം സൂപ്പർ ഹിറ്റ് ആവുമെന്നൊരു അന്ധവിശ്വാസം ഉണ്ടോന്നും ഒരു സംശയം തോന്നുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.